കണ്ണുകൊണ്ട് ശരത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ഒരു വനിതയെ 19 എന്താണോ തനിക്കില്ല അമ്മ പങ്കമാരി എത്ര ഭീകരമായ വിധത്തിലാണ് ഒരു പെൺകുട്ടിയെ ഒരു വനിതയെ ഒരു പ്രസിഡന്റിനെ ഒരു കോളേജിന്റെ മുറ്റത്തിട്ട് വലിച്ചിഴക്കുന്നത് ഒരു സ്ത്രീയെ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന നിലയിലേക്ക് ആ മനോനില തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ശരത്തെ? അങ്ങനെ തോന്നുന്നില്ലേ? ഇവനൊന്നും ലൈസൻസ് ഇല്ലാതായ കേരളത്തിനകത്ത് ഏറ്റവും അധികം ക്യാമ്പസിനകത്ത് അക്രമ പരമ്പരകൾ ഈ സമീപ കാലഘട്ടത്തിലായിട്ട് അഴിച്ചുവിടുന്ന സംഘടന ഏതാണ് എന്ന് നമുക്ക് നല്ല ബോധ്യവുമുണ്ട്. അതായത് അത്രയേറെ അക്രമങ്ങൾ കേരളത്തിനകത്ത് SFI എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീയാണോ? അതെ, ഞാനാണ്. ഇനിയും ഇവിടെ ശരത്ത്, അദ്ദേഹത്തെ നിരന്തരം ഞാൻ ചർച്ചകളിൽ കാണാറുള്ളത്, SFIയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വരുന്ന ചർച്ചകളിലെല്ലാം ഞങ്ങൾക്ക് ഈ അക്രമത്തിൽ പങ്കാളിത്തമില്ല, ഞങ്ങൾ ഈ അക്രമത്തെ തള്ളിപ്പറയുന്നു എന്ന് പറയുവാൻ വേണ്ടി മാത്രം വരുന്ന ഒരു പ്രതിനിധിയാണ് ശരത്ത്. ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടോ? KSUവിന്റെ പ്രവർത്തകനായ നൗഫൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയ പത്തൽ പോലൊരു വടിവെച്ചിട്ട് SFIയുടെ പൊളിറ്റിക്കൽ സയൻസിലെ വിദ്യാർത്ഥിയായ സൗരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആക്രമിക്കുവാൻ ശ്രമിച്ചിട്ട് ആ കമ്പ് കൊണ്ടിട്ട് ഈ ആര്യപ്രസാദ് എന്ന് പറയുന്ന കുട്ടിക്ക് അടികൊള്ളുകയും ആ കുട്ടി താഴെ വീഴുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ താങ്കൾക്കൊന്ന് പരിശോധിക്കാം. എന്ന് തൊട്ടാണ് ഇവർ ഈ മദ്യപിച്ചിട്ട് ആണോ കുട്ടികൾ ക്യാമ്പസിലേക്ക് വരുന്നത് എന്ന ആ അനലൈസറുമായിട്ട് മിഷനുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന SFIക്കാരെന്നുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചളമായെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലഹരിക്കെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ അല്ല നിങ്ങൾക്ക് പിടിക്കേണ്ടി വരിക. കേരളത്തിലെ കോളേജുകളിലെ ഹോസ്റ്റലുകൾ അടക്കമുള്ള സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാരകായുധങ്ങളും ലഹരി പദാർത്ഥങ്ങളുമായിട്ടായിരിക്കും നിങ്ങളുടെ പ്രവർത്തകർ അറസ്റ്റിലാവുക എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. തെളിയിക്കപ്പെട്ട സത്യം. SFIക്കാർ സാധാരണ പറയും ഞങ്ങൾ ലിംഗസമത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന്. നമുക്ക് നാളിതുവരെ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കൊണ്ട് തൊട്ട് അവർ തെളിയിക്കുകയാണ്. നേരത്തെ ഇവർ ആൺകുട്ടികളായ KSU പ്രവർത്തകരെ മാത്രമായിരുന്നു മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴവരത് മാറ്റി അവർ ലിംഗസമത്വം കൊണ്ടുവന്നിരിക്കുകയാണ്. തിരൂരിൽ ആക്രമിക്കുന്നത് ഗായത്രി എന്ന് പറയുന്ന അദ്വൈത എന്ന് പറയുന്ന KSU നേതാവിനെ. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കിന് ലോ കോളേജിൽ ആക്രമിക്കുന്നത് സഫ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ. അതേ സമയത്ത് തന്നെ ഇങ്ങനെ ഇവരുടെ ആൺകുട്ടികൾ മാത്രമാണ് കുഴപ്പക്കാരെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അടിക്കുന്ന കാര്യത്തിലും ഇവർക്ക് വലിയ ലിംഗസമത്വമാണുള്ളത്. പെൺകുട്ടികൾ ഇറങ്ങി നിന്ന മഹാരാജാസ് കോളേജിൽ അടക്കം അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുവാൻ ആഗ്രഹിക്കുന്ന ആശയം? അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പാർലമെന്റിനകത്ത് ബഹുമാനപ്പെട്ട ഹൈബീഡൻ, പഴയ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് പറയേണ്ടി വരിക കേരളത്തിനകത്ത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നിരോധിക്കണമെന്ന്. ഇതുപോലെ ലോകത്ത് കാണും. എനിക്ക് ഒറ്റ കാര്യമേ അഭിലാഷ പറയാനായിട്ടുള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി വലിയ പ്രസംഗമൊക്കെ നടത്തിയല്ലോ. മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ലോക സമാധാനത്തിന് വേണ്ടി നിങ്ങൾ 2 കോടി രൂപയാണല്ലോ മാറ്റിവെക്കുന്നത്. കേരളത്തിൽ ക്യാമ്പസുകളിലെ സമാധാനത്തിന് നിങ്ങൾ 2 കോടി മാറ്റിവെക്കേണ്ട. 2 വരി എഴുതി ചേർത്താൽ മതി. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നിരോധിച്ചു എന്ന് എഴുതിയാൽ മതി. ഇവിടെ ക്യാമ്പസിനകത്ത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നടു റോഡിലൂടെ വലിച്ചഴയ്ക്കുന്നു, അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നു, അവളെ ആക്രമിക്കുന്നു. ഇതിനകത്ത് പ്രതികൾ അക്രമമെല്ലാം നടത്തുമ്പോൾ 2 പോലീസുകാരന്മാർ, ഹോം ഗാർഡുകള് ട്രാഫിക് സിഗ്നലിൽ വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന പോലെ SFIയുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് 2 പോലീസുകാർ കാവൽ നിൽക്കുക. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. അവര് ഈ സഫ്നെ ആക്രമിച്ച 1ാമത്തെ പ്രതി അടക്കമുള്ള ആളുകൾ അവർ നാളെ ഗോവയ്ക്ക് ടൂർ പോവുക. അവരെ പോയി പിടിക്കണം കേരള പോലീസ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അവർ പിടികിട്ടാപ്പുള്ളികളാണല്ലോ. നാളെ അവരെ ട്രെയിൻ കയറി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ചിപ്സോ മിഠായിയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഹാപ്പി ജേർണി എങ്കിലും പറയാനുള്ള ഉഴപ്പ് കേരളത്തിലെ പോലീസ് കാണിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇവനിങ്ങനെ പോലീസിന്റെ മുമ്പിൽ കിടന്ന് ഒച്ചയെടുക്കുന്നതും പോലീസിന്റെ കഴിവുകേടാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലോ ABVPയുടെ പ്രതിനിധിയോ പറയട്ടെ, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരു SFIക്കാരന്റെ കൈ കൊണ്ട് ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയട്ടെ, ഞങ്ങൾ അംഗീകരിക്കാം. ഉണ്ടെങ്കിൽ എവിടെയുണ്ടോ ഒരാളെപ്പോലും, ഒരാളുടെ ജീവൻ പോലും ഒരു SFI പ്രവർത്തകന്റെ കൈകൊണ്ട് ഈ കേരളത്തിന്റെ ക്യാമ്പസിൽ ഇല്ലാതാക്കപ്പെട്ടിട്ടില്ല. ഇല്ല, 10-11 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്ഥാനം ഇവിടെ വന്നിരിക്കുന്നത്. ഇവർ SFI നിരോധിക്കണം എന്നാ പറയുന്നത്. SFI നിരോധിക്കണം എന്ന് പറയുമ്പോൾ ഇവരെ എന്ന് നിരോധിക്കണം? എത്ര ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയവരവരെ? അതൊരു പോരായ്മ തന്നെയാണ്. കേരളത്തിലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ നിരന്തരമായി കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്തും സർവകലാശാലകൾക്കകത്തും SFI ആണ് അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് ഈ അന്തിച്ചർച്ചകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങള് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പറയുമ്പോൾ സത്യത്തിൽ ഇവരെ പിടിച്ചിരുത്തിയിട്ടുണ്ടല്ലോ. ഇവർ ഈ റോഡിന്മേൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ട്. ഇവന്മാരെ പിടിച്ചിരുത്തിയിട്ട് പേപ്പറിനകത്ത് സ്വാതന്ത്ര്യം എന്ന വാക്ക് എഴുതി അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് എംബോസിഷൻ എഴുതിക്കേണ്ട ആളുകളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. കോട്ടയത്ത് ഗാന്ധിയുടെ പേരിലുള്ള ആ സർവകലാശാലയിൽ അവിടെ കോളേജിനകത്ത് ഒരു ASF നേതാവ്, വനിതാ നേതാവിനെ
ഒരുത്തൻ 6 അടി ഉയരത്തിൽ പറന്നു വന്നിട്ട് ആ പെൺകുട്ടിയുടെ മുതുകിൽ ചവിട്ടിയിട്ട് പറയുക, നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കുമെന്ന്. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. എനിക്ക് ആ പ്രയോഗത്തിനകത്തെ ബാക്കി വൈകാരികത എല്ലാം വിട്ടേക്കു, അതിനകത്തെ ഭീഷണി എല്ലാം വിട്ടേക്കു. എസ് എഫ് ഐക്കാരനെ പറ്റി ഒരു വിലയായി പറയുന്നത്, അതായത് അവൻ ഉണ്ടാക്കുന്ന കൊച്ചിന് തന്തയില്ലെന്ന് അവൻ തന്നെ പറയുന്ന സംസ്കാരമാണ് SFI-കാരൻ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അപലപിക്കുവാൻ മാത്രമേ നിവർത്തിയുള്ളൂ. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ആ കുട്ടിയുടെ പരാതി നിൽക്കല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയോ? അന്ന് പറന്ന് ചവിട്ടിയവൻ അവൻ ഈ ഇടുക്കി കോളേജില്, നിങ്ങൾ ഈ പറയുന്ന കോളേജിനകത്ത് തന്നെ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. എന്ത് ലൈസൻസ് നിങ്ങൾ ചെയ്യുന്നത്? എല്ലാം പോട്ടെ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് പാട്ടുപാടി എന്ന കുറ്റത്തിന് ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ കുത്തുമ്പോ ആ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയം എന്താ? SFI. കുത്തിയവന്റെ രാഷ്ട്രീയം എന്താ? SFI. പോക്കിരിത്തരത്തിനൊരു അതിരില്ലേ? നിങ്ങൾക്ക് ഈ രാജ്യത്ത് 100 വർഷമായ പാർട്ടിക്ക്, ഈ രാജ്യത്ത് 100 വർഷമായ ഒരു പാർട്ടിക്ക്, ഈ വർഷം ഈ രാജ്യത്ത് 100 വർഷമായ പാർട്ടിക്ക് 0.1% വോട്ട് കിട്ടുന്ന ആളുകളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? ഈ രാജ്യത്ത് 100 വർഷമായ ഒരു പാർട്ടി, ഈ രാജ്യത്ത് 100 വർഷമായ പാർട്ടിക്ക് 0.01%. കോൾഗേറ്റിനകത്ത് കീടാണു പോലും നിങ്ങളെക്കാൾ കൂടുതലുണ്ട്. നോട്ട് നിങ്ങൾക്ക് മുന്നിലാണ്, നോട്ട് നിങ്ങൾക്ക് മുന്നിലാണ്. ആ നിങ്ങളാണോ ഞങ്ങളെ ഉപദേശിക്കുന്നത്? ദരിദ്രമാക്കപ്പെട്ട ആ നിങ്ങളാണോ ഞങ്ങളെ ഉപദേശിക്കുന്നത്? അത് വേണ്ട, ആ ഉപദേശം വേണ്ട. 10 പേരെ കൊടി പിടിക്കാൻ കിട്ടാത്തതിന്റെ പേരിൽ എന്തിനാണ് ഈ മാധ്യമങ്ങളെയും മറ്റ് നിയമനിർമ്മാണ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ കണ്ട വിഷ്വൽസ് വ്യാജ പ്രചരണമാണോ? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഈ കണ്ട വിഷ്വൽസ് അത്രയും വ്യാജ പ്രചരണമാണോ? സംസ്ഥാനത്തിന്റെ പിന്നിൽ 10 പേരെ അണിനിരത്താൻ പഠിക്കേ. ഈ കണ്ട വിഷ്വൽസ് അത്രയും വ്യാജ പ്രചരണമാണോ? ഈ കണ്ട വിഷ്വൽസ് അത്രയും വ്യാജ പ്രചരണമാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ നാട്ടില് പോലീസുണ്ട്, കോടതിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, അന്വേഷിക്കട്ടെ. അല്ല, നാട്ടിലെ പോലീസിനെ പറ്റി ഞങ്ങൾക്ക് നല്ല മതിപ്പുണ്ട്. അതിലൊന്നും SFI. നാട്ടിലെ പോലീസിനെ പറ്റി ഞങ്ങൾക്ക് നല്ല മതിപ്പുണ്ട്. നാട്ടിലെ പോലീസിനെ പറ്റി ആനിരാജയ്ക്ക് മതിപ്പില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പതാക പിടിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ആനിരാജയ്ക്ക് ഒപ്പം പതാക പിടിക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്തതിന് പരാതി കൊടുത്തിട്ട് 2 മണിക്കൂർ കൊണ്ട് പിടിച്ച പോലീസ് ഒളിക്യാമറയിൽ അല്ലല്ല, നിങ്ങളെ കാർൽ മാർക്സിന്റെ മൂലധനത്തിനകത്ത് ഒളിക്യാമറ വെച്ചിട്ട് ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമല്ലേ? കാർൽ മാർക്സിന്റെ മൂലധനം നിങ്ങൾ എന്തിനാ ഉപയോഗിച്ചത് നമുക്കറിയാം. കാർൽ മാർക്സിന്റെ മൂലധനത്തിനകത്ത് ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് വീഡിയോ പിടിച്ച ആളുകളല്ലേ? വീഡിയോ പിടിച്ച ആളുകളല്ലേ? 35 ചെറുപ്പക്കാർ ജീവത്യാഗം വരിച്ച പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും അങ്ങോട്ട് കുത്താനും വെട്ടാനും പോയതാ. അങ്ങോട്ട് കുത്താനും വെട്ടാനും പോയതാ. നിങ്ങളുടെ എത്ര രക്തസാക്ഷികളുടെ അരയിൽ പിച്ചാത്തി ഉണ്ടായിരുന്നു? പിന്നെ വിട്ടു. അതൊന്നും പറയിക്കരുത്, അതൊന്നും പറയിക്കരുത്. അത്തരം ചർച്ചകളിലേക്ക് പോകരുത്. പിന്നെ രക്തസാക്ഷികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മാനമൊക്കെ ശരത് തൃശ്ശൂരാണെന്നല്ലോ പറഞ്ഞേ. കുന്നംകുളത്തെ പഴയ MLA ഉണ്ട്, ബാബു എം പാലിശ്ശേരി. നിങ്ങളുടെ ആദ്യകാല രക്തസാക്ഷി സൈദാലിയെ കൊന്ന കേസിലെ പ്രതി, ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. SFI-യുടെ രക്തസാക്ഷി സൈദാലിയുടെ കുടുംബം ശരത്തിന്റെ ഈ വാക്കുകൾ കാണുമ്പോ അവര് പിന്നീട് കാണുന്നത് എന്താ? സൈദാലിയെ കൊന്ന, തങ്ങളുടെ മകനെ കൊന്ന കേസിലെ പ്രതിയെ MLA ആക്കിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തെയാണോ അവർ വിശ്വസിക്കേണ്ടത്? I am trapped.